വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർട്ട് 2ൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഐസിങ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് എല്ലാവരും വായോ കേട്ടോ. ഈ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് മുത്തൂറ്റ് ബാങ്ക് കൊല്ലകടവ്. അവരുടെ 29th ആനിവേഴ്സറിക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. അതിനാവശ്യമായി നമ്മൾ 2 kg വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിരുന്നു പാർട്ട് 1ൽ. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത്. 2 kg വാനില സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പാർട്ട് 1ൽ എല്ലാവരും ഒന്ന് പോയി കണ്ടതിന് ശേഷം വേണം ഇത് കാണേണ്ടത് കേട്ടോ. അത് നമ്മൾ എല്ലാ കേക്കും നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഐസിങ്ങിന് വേണ്ടി നമ്മൾ വിപ്പിംഗ് ക്രീം ഇപ്പോൾ 2 kg ആയതുകൊണ്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാകും. പിന്നെ ഒരു 1/2 കപ്പ് അഡീഷണലായിട്ട് എടുക്കണം. ഡിസൈൻസിനും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ 1/2 കപ്പ് എടുക്കുന്നത്. ഞാൻ ഫിയോനയുടെയാണ് എടുക്കുന്നത് കേട്ടോ. ഫിയോന ഇപ്പോൾ നേരത്തെ ഇരുന്നത് തീർന്നു. പിന്നെ അടുത്ത പാക്കറ്റ് ഞാൻ പൊട്ടിക്കുകയാണ്. ആ പൊട്ടിക്കുന്ന രീതി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണേ. മൊത്തത്തോടെ ഇങ്ങ് പൊട്ടിച്ചങ്ങ് എടുക്കരുത്. അതായത് കണ്ടോ, ഈ രീതിയിൽ വേണം പൊട്ടിക്കേണ്ടത്. എന്നിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയും വേണം. ഫ്രീസറിൽ വേണം വെക്കേണ്ടത്. അത് വെള്ളമയം ഒന്നും കയറാത്ത രീതിയിൽ വേണം അടച്ച് നല്ല സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കേണ്ടത്. അത് 2.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് 2 kg കേട്ടോ. ഫ്രീസറിൽ നിന്നും 1 മണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷമേ എടുക്കാവുള്ളൂ. കട്ടയായിട്ടിരിക്കുകയല്ലേ. അതെടുത്ത് പിന്നെ കട്ട മൊത്തത്തോടെ കട്ട പോയിട്ടില്ല കണ്ടോ. കട്ട ആ പാത്രത്തിൽ കിടക്കുന്നത് കണ്ടോ. അതൊന്ന് എല്ലാം കൂടെ അതൊന്ന് ഉടച്ച് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കട്ടകളില്ലാതെ സ്മൂത്തായിട്ട് നല്ല വെള്ളം പോലെ നമ്മുടെ പാല് പോലെ ഇരിക്കണം. തണുപ്പ് പോകാൻ പാടില്ല കേട്ടോ. തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രീം ആക്കാൻ പറ്റത്തില്ല. തണുപ്പ് പോകാത്ത രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഉടച്ച് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കണം. തണുപ്പ് വേണോ താനും. അങ്ങനെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കട്ടകളെല്ലാം മാറിയല്ലോ, തണുപ്പ് കൊണ്ട് താനും. പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റർ എടുത്തു. ഫസ്റ്റ് സ്പീഡ് വേണം നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് സ്പീഡിൽ നമ്മൾ 1 മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാതെയാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. നിങ്ങൾ അപ്പോൾ എത്ര ടൈം എടുക്കും ഒരു മിൽക്ക് പോലെ ഇരിക്കുന്ന ഒരു വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വരാനെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഞാൻ കട്ട് ചെയ്യാതെ ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത്. അത് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യാണ് 1 മിനിറ്റ്. അത് ഓരോ ക്രീമിനും അതിൻ്റെതായിട്ടുള്ള സമയമാണ്. ഫിയോനയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് കാരണം എനിക്ക് അതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി അറിയാം. അതിൻ്റെ ടൈം എന്തുമാത്രം യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള ക്രീമും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫിയോനയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രീമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. പിന്നെ സെക്കൻഡ് സ്പീഡ് കൊടുത്തു. അത് 1 മിനിറ്റിലേക്ക് അത് ചെയ്യുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നു. സ്റ്റിഫായിട്ട് വരുന്നുണ്ടോ. ഓരോ സ്പീഡിനും ഓരോ മിനിറ്റിനും ഇങ്ങനെ സ്റ്റിഫായി വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ എളുപ്പമായിരുന്നു ബ്ലേഡ് കറങ്ങിക്കൊണ്ടിരുന്നതല്ലേ. കുറച്ച് കഴിയുമ്പോൾ ബ്ലേഡ് അതിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പാടായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ല സ്റ്റിഫായി വരുന്നുണ്ടെന്ന്. പാടായി വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റിഫാകുന്നുണ്ട്. പിന്നെ തേർഡ് സ്പീഡ് കൊടുത്തു. തേർഡ് സ്പീഡിലും 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ അത് നമ്മൾ ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നോക്കണേ. കണ്ടോ, ആ വേവ്സ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വേവ്സ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ സ്റ്റിഫായി വരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. തേർഡ് സ്പീഡ് കൊടുത്തു. ഞാൻ കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ കട്ട് ചെയ്തിട്ടുണ്ടെന്നില്ലല്ലോ.
എന്തുമാത്രം ടൈം എടുത്തൊരു ക്രീം ആക്കാൻ വേണ്ടി ബീറ്റ് ചെയ്യാൻ എന്തുമാത്രം നമ്മൾ സമയം എടുത്തെന്ന് അറിയാൻ പറ്റും. സ്റ്റിഫായി വരുന്നുണ്ട്, കണ്ടോ, വേവ്സ് വരുന്നുണ്ടോ. ഇനി അടുത്ത സ്പീഡ്, 4th സ്പീഡ്, അത് കുറച്ച് നേരം മതി. അതായത് ആയി വരുന്നുണ്ട്. ഇനി ഒത്തിരി സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകും. അതായത് ഈ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചൂടാവുമല്ലേ, മെഷീൻ ചൂടാവുമല്ലേ, അപ്പോൾ ആ ചൂട് വരുമ്പോൾ അത് ക്രീം അങ്ങ് മെൽറ്റായി പോകും. 4th സ്പീഡ്. ഇപ്പോൾ സ്റ്റിഫായി വരുന്നുണ്ട്. വേവ്സൊക്കെ കാണാമല്ലോ, നല്ല റൗണ്ട് ആയിട്ട് കാണാം. ഓരോരോ വരകൾ കണ്ടോ, അതാണ് വേവ്സ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ 5th സ്പീഡിൽ ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒരു 15 സെക്കൻഡോ മതി. എന്നാൽ സ്പീഡ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ആ ഒരു ചൂടങ്ങ് വരും. ചൂട് വരുമ്പോൾ അത് മെൽറ്റായി പോകും. അതാണ് ഈ സ്പീഡ്, ഫസ്റ്റ് സ്പീഡും സെക്കൻഡ് സ്പീഡിലൊക്കെയാണ് കൂടുതൽ സമയം നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ തന്നെ തണുപ്പ് പോകാനും പാടില്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ ആ ബീറ്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, നമ്മൾ നേരത്തെ ബീറ്റർ ഇടുമ്പോൾ ആ പാല് പോലെ ഇരിക്കുന്ന ആ ഒരു ഇതിലില്ലായിരുന്നു, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകും. ഇപ്പോൾ കണ്ടോ, എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അർത്ഥം നല്ല സ്റ്റിഫായി. ഇനി കുറച്ചും കൂടി ആകാനുണ്ട്. അത് കാരണം വീണ്ടും ഞാൻ ഒരു 5th സ്പീഡിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ആക്കുകയാണ്. കണ്ടിപ്പോൾ ആയി, സ്റ്റിഫായി. കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ, പ്യുവർ വൈറ്റാണ്. ഇനി ഇത് കണ്ടോ, ഈ സ്റ്റിഫായി. ഇനി ഇത് തട്ടിയാലും മുട്ടിയാലും കുടഞ്ഞാലും ഒന്നും താഴോട്ട് വരത്തില്ല. അതാണ് ഇതിൻ്റെ രീതി. ഈ രീതി ആയിരിക്കണം. കുടഞ്ഞാലും മറിച്ചാലും ഒന്നും പാത്രത്തിൽ നിന്നും വരത്തില്ല, ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും. പിന്നെ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ അടിയിലൊക്കെ ചിലപ്പം അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഒത്തിരി സ്റ്റിഫാകില്ല കേട്ടോ. ഒത്തിരി സ്റ്റിഫായി കഴിഞ്ഞാൽ നമ്മൾ കേക്കിനകത്തോട്ട് ഇടുമ്പോൾ ഇങ്ങനെ കേക്കുമായിട്ട് അങ്ങ് ജോയിൻ്റ് ആകത്തില്ല, കേക്കുമായിട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യത്തില്ല. ഇങ്ങനെ പൊങ്ങി ചുരുണ്ട് പോവും. അപ്പോൾ ഒരു ഇതുപോലെ ഇരിക്കണം. അത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി, അടപ്പുള്ളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ബേസ് എടുക്കണം, നോസിൽ, പൈപ്പിംഗ് ബാഗ്. ആ ടൈം വരെ നമുക്ക് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകത്തില്ലേ. അപ്പോൾ അത് ഫ്രീസറല്ല, താഴെ വെക്കണം. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും എല്ലാം നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്ത് പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ക്രീമെല്ലാം നോസിലിട്ട് കേക്ക് എന്നിട്ട് അത് ബേസിനകത്തോട്ട് പ്ലേസ് ചെയ്യണം. അത് 12 ഇഞ്ച് ബേസാണ് കേട്ടോ. അതായത് 10 ഇഞ്ചിൻ്റെ ടിന്നിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് 12 ഇഞ്ച് ബേസ് വേണം പ്ലേസ് ചെയ്യേണ്ടത്. കുറച്ച് സ്പേസ് വേണമല്ലോ, ക്രീമൊക്കെ കുറച്ചും കൂടെ ഒന്ന് വലുതാകത്തില്ലേ. 2 ഇഞ്ചിൻ്റെ വ്യത്യാസം വേണം ഏതിൻ്റെയും, കേക്കും ഈ ഒരു ബേസുമായിട്ട് 2 ഇഞ്ചിൻ്റെയെങ്കിലും വ്യത്യാസം വേണം. അല്ലെങ്കിൽ ബേസിൻ്റെ പുറത്തോട്ട് പോകും, കേക്ക് ഇരിക്കത്തില്ല. ആ ക്രീമും എല്ലാം കുറച്ചും കൂടെ അതിന് വണ്ണം കൂടത്തില്ലേ ക്രീമൊക്കെ തേക്കുമ്പം. പിന്നെ ഞാൻ ഈ നോസിൽ പൈപ്പിംഗ് ബാഗിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ച് അങ്ങോട്ട് കുടഞ്ഞ് ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അപ്പം എന്തുമാത്രം അളവ് വേണമെന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം, എന്തുമാത്രം വേണമെന്നുള്ളത്. ഇതാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഒത്തിരി ക്രീമും ആകത്തില്ല, ഒത്തിരി ക്രീം കൂടിയാൽ തന്നെയും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് എല്ലാവരും അല്ലേ കഴിക്കുന്നത്. അപ്പം മറ്റുള്ളവർ പറയും, കസ്റ്റമേഴ്സ് പറയും, ഇതെന്തുവാ കേക്കിനേക്കാൾ കൂടുതൽ ക്രീമാണോ എന്ന് ചോദിക്കും. ക്രീം കൂടിയാലും കുഴപ്പം, കേക്ക് കൂടിയാലും കുഴപ്പം, എല്ലാം അതിൻ്റേതായിട്ടുള്ള നോർമലായിട്ട് നിൽക്കണം. അതിനാണ് ഞാൻ ആ നോസിലിട്ട് ഞാൻ ക്രീം ഫില്ല് ചെയ്തിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ക്രീം മുകളിലോട്ടെല്ലാം ഒരു ലെയറേ ഞാൻ വെച്ചിട്ടുള്ളൂ. ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ലെയറാണ് ഞാൻ വെക്കുന്നത്. പിന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഞാൻ മിൽക്ക് മെയ്ഡ്
ഓരോ ലെയറിലും ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഏതൊരു ഫില്ലിങ്ങിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് എല്ലായിടവും സ്പ്രെഡ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഇത് അല്ലല്ലോ കഴിക്കുന്ന കേക്ക്, എല്ലാവരും ഓരോ പീസല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ പീസിലും നമ്മൾ ചെയ്യുന്ന ഓരോ ഫില്ലിങ്ങും അതിൽ വേണം. എങ്കിലല്ലേ ഓരോരുത്തർക്കും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വൈറ്റ് ഫോറസ്റ്റിന് നമ്മൾ വൈറ്റ് ചോക്ലേറ്റാണ് എടുക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത്, ആ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഈ ലെയറിനകത്തോടെ ഞാൻ ഫില്ല് ചെയ്യുകയാണ്. നല്ലതുപോലെ റിച്ചായിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു നല്ലതാണെന്ന് പറയണമല്ലോ. നമ്മളുണ്ടാക്കിയ കേക്ക് നല്ലതാണ്, അതിലെ ഫില്ലിങ്സൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ഇടയ്ക്കായിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ഇതേ പ്രോസസ്സ് തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. അതൊഴിച്ചു കൊടുത്തു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ക്രീം എല്ലായിടവും വറുത്തക്ക രീതിയിൽ തേച്ച് നല്ല സ്പ്രെഡ് ചെയ്യണം. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ ക്രീമൊക്കെ വെള്ളോട്ട് ഇങ്ങനെ തള്ളി തള്ളി നിൽക്കുമല്ലോ, ആ സൈഡെല്ലാം ഈ സ്പാച്ചില ഉപയോഗിച്ചുകൊണ്ട് സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യണം. എല്ലായിടവും വരണതാണ് ക്രീം. എന്ന് ഷേപ്പ് ചെയ്യണേ. അതായത് ഈ സ്ക്വയർ കേക്ക് ഉണ്ടാക്കാനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അതായത് റൗണ്ട് ഷേപ്പിലെ കേക്ക് എന്ന് പറയുമ്പം അത് പെട്ടെന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഇതെന്ന് പറയുമ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടണം, സ്ക്വയർ ഷേപ്പ് കിട്ടണം. മൂലകളൊക്കെ നല്ലപോലെ കറക്റ്റ് ആയിരിക്കണം. അതിനൊക്കെ എന്തെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ സെക്കൻഡ് ലെയറിലും ഇതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്നെല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ആ ഒരു ഭാഗത്ത് മാത്രം ആകാൻ പാടില്ലല്ലോ. എല്ലാ പീസിലും നമ്മൾ ചേർക്കുന്ന എല്ലാ ഫില്ലിങ്സും വരണം. അല്ലെങ്കിൽ ഒരു പീസിലില്ലാതെ വരുമ്പോഴത്തേക്ക് മറ്റേ പീസിലുണ്ടാകും. അപ്പോൾ ഒരു കൂട്ടർ കഴിച്ച് കഴിയുമ്പോൾ പറയും, അയ്യോ ഇത് കൊള്ളത്തില്ലല്ലോ. അപ്പം മറ്റേ ആൾ പറയും അത് നല്ലതാണെന്ന് പറയും. അതായത് നമ്മൾ ഒഴിച്ച ഫില്ലിങ് ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ആൾ പറയുന്നത് നല്ലതായിരുന്നു, മറ്റേ ആൾ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. അത് കാരണം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ പീസുകൾക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ ഫില്ലിങ്സും ഉണ്ടായിരിക്കണം. പിന്നെ തേർഡ് ലെയർ വെച്ചു. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഇട്ട് പിന്നെ വിപ്പിംഗ് ക്രീമും എല്ലായിടും സ്പ്രെഡാക്കി കുറച്ച് ഇത് ഫില്ല് ചെയ്തുള്ളൂ കേട്ടോ. ക്രീം കുറച്ച് അങ്ങോട്ട് തേച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഒരു 10 മിനിറ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ക്രീം മുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഈ തരികളൊന്നും വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചെയ്യുന്നത്. പിന്നെ അതെടുത്ത് വീണ്ടും ഞാൻ ക്രീം മുകളിൽ തേച്ചു. അതൊന്ന് ഡിസൈൻ ചെയ്ത് സ്പാച്ചില ഉപയോഗിച്ച് ഇങ്ങനെ വര കണ്ടോ, അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ സൈഡ് റെഡിയാക്കുന്നത്. അത് മുത്തൂറ്റ് ബാങ്കിലെ അല്ലേ, അവരുടെ കളറെന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്കിൽ ഓർഡർ ചെയ്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള കേക്ക് ആയിരിക്കണമെന്ന്. അതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡിസൈൻ നമ്മുടെ ഇഷ്ടം, സാറ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു ഡിസൈൻ തയ്യാറാക്കിയത്. അത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഡിസൈൻ അല്ല ലാസ്റ്റ് വരുന്ന ഡിസൈൻ, അതാണ് പ്രശ്നം. ആ സൈഡിൽ വിപ്പിംഗ് ക്രീമിനകത്ത് ഒരു ബ്ലൂ ഫുഡ് കളർ ചേർത്ത് ഒരു ഡ്രോപ്പ് ചേർത്താൽ മതി. ചേർത്തിട്ട് എല്ലാവരും ഞാൻ ഒരു ലീഫ് നോസിൽ ഉപയോഗിച്ചാണ് ഞാൻ ആ സൈഡെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. ലീഫ് നോസിൽ പറഞ്ഞാൽ മതി, കടകളിലൊക്കെ കിട്ടും. അത് ഒരു പൈപ്പിംഗ് ബാഗിനകത്താക്കി അത് സൈഡിലെല്ലാം ഞാനതങ്ങനെ ചെയ്തു. അതൊരു ഡിസൈൻ ആയിക്കോളും. പിന്നെ ഓരോ മൂലകൾക്കും, അതായത് 4 മൂലകളുണ്ടല്ലോ സ്ക്വയറിൽ, ഇത് സ്ക്വയർ അല്ലല്ലോ, റെക്റ്റാങ്കിൾ ഷേപ്പ്, സ്ക്വയറും വരാം
എന്തോ ആയിക്കോട്ടെ, റെക്റ്റാങ്കിളോ സ്ക്വയറോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകളിൽ ഞാൻ 3 പൂവുകൾ കൊടുത്തു കേട്ടോ. ആ ഒരു നോസിൽ പിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത നോസിലിൽ വേറൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ഇട്ടിട്ട് ഈ ഫ്ലവർ നോസിൽ ഇട്ടിട്ട് ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തു. അതായത് ഓപ്പോസിറ്റിൽ 3 ഫ്ലവറും മറ്റേ 2 ഓപ്പോസിറ്റിൽ ഓരോ ഫ്ലവറുമാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മൊത്തം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോ പാർട്ടായിട്ടല്ലേ കണ്ടോ, ഒരു പൂവ്, മറ്റേ 2 സൈഡിൽ ഓരോ പൂവ് വെച്ച്. അന്നേരം തോന്നുന്ന ഓരോ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് തന്നെ ഓരോ സ്റ്റാർ നോസിൽ ഉണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാർ പോലെയുള്ള ഒരു ഡിസൈൻ ചുറ്റിനും. സ്ക്വയർ കേക്ക് ഉണ്ടാക്കുമ്പം ആ ഡിസൈൻ നല്ല രസമാണ്. റൗണ്ടിനെക്കാട്ടി നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും സ്ക്വയർ കേക്കിനെ. റൗണ്ടിന് അത്രയും പറ്റത്തില്ല, പക്ഷേ എളുപ്പം പണികളൊക്കെ തീരുന്നത് റൗണ്ട് കേക്കുമാണ് താനും. അങ്ങനെ ചുറ്റിനും അങ്ങനെ ചെയ്ത് കണ്ടോ, ഷേപ്പ് വരണം, റൗണ്ട് സ്ക്വയർ ഷേപ്പ് വരണം കണ്ടോ. മൂലകളൊക്കെ നല്ലതായിരിക്കണം. എവിടെയെങ്കിലും മൂലകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷേപ്പ് അങ്ങ് പോകത്തില്ലേ കേക്കിൻ്റെ. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വേറൊരു നോസിൽ, സ്റ്റാർ നോസിൽ തന്നെ അതിനകത്ത് ഞാൻ വൈറ്റ് ക്രീം ഇട്ട് ചെറിയൊരു ഡിസൈൻ ചുറ്റിനും, സ്റ്റാർ ആകൃതിയിലുള്ള സ്റ്റാർ നോസിലാണത്. അത് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രസമില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പറയണേ കമൻറ്റ് ബോക്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഡിസൈൻ, ഞാൻ ചിന്തിച്ചിരുന്ന ഡിസൈൻ, ഞാൻ ഉണ്ടാക്കിയ ഡിസൈൻ എങ്ങനെ ഉണ്ടായിരുന്നതെന്നൊന്ന് അഭിപ്രായം പറയുന്നത് നല്ലതാണ്. എനിക്കൊരു ഫീഡ്ബാക്ക് നല്ലതാണ്. അതിനനുസരിച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഓരോരുത്തരുടെയും ഫീഡ്ബാക്കിൽ കൂടെ എനിക്ക് ഓരോ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് 29th ആനിവേഴ്സറി മുത്തൂറ്റ് കൊല്ലക്കടവാണ് എനിക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്. താങ്ക്സ്. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.